ഒരു സഹോദരൻ, അദ്ദേഹം പാർട്ണർഷിപ്പ് ചേരാൻ ഒരു കച്ചവടത്തിൽ കൂടാനുള്ള അവസരം ലഭിച്ചു. പക്ഷെ അതിൻ്റെ നിബന്ധനകൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ചില സംശയങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ നിബന്ധനകൾ ഷെയർ കൊടുക്കുന്ന ക്യാഷ് 3 വർഷത്തിന് ശേഷം മാത്രമാണ് തിരിച്ചെടുക്കാൻ കഴിയുക. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത്, എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് എപ്പോഴാണോ പിൻവലിയുന്നത് അപ്പോൾ കൊടുത്തത് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ, കൂടുകയുമില്ല കുറയുകയുമില്ല. മറ്റൊന്ന്, കച്ചവടത്തിൻ്റെ ലാഭവിഹിതം കണക്ക് കൂട്ടി നിശ്ചിത സമയത്ത് തന്നെ അത് ലാഭം തിരിച്ചു നൽകുന്ന സാഹചര്യവുമുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്താണ് അതിൻ്റെ ജോലി അല്ലെങ്കിൽ എന്താണ് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നുണ്ട്. റെയിൽവേയിലെ ക്യാൻറ്റീനാണ് എന്ന് പറഞ്ഞു. കൂടാതെ കൊടുക്കുന്ന ക്യാഷിനുള്ള ഒരു ചെക്കും ആ കമ്പനി ഇവർക്ക് കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ കച്ചവടത്തിൽ ചേരൽ, ഈ പാർട്ണർഷിപ്പിൽ പങ്കുകൊള്ളൽ അത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. കൊടുത്തതിൽ കുറച്ച് ക്യാഷ് അധികം നിലവിൽ കൊടുത്തിട്ടുണ്ട്, ഹറാമാണെങ്കിൽ അത് എത്രയും വേഗം തിരിച്ചു കിട്ടാനുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വിധി എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. ഇവിടെ നമ്മൾ അറിയേണ്ടത്, അദ്ദേഹത്തിൽ പറഞ്ഞു ഒരു 3 ലക്ഷം രൂപ കൊടുക്കുന്നു, അതല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നു, 3 വർഷം കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടും. എന്നാൽ ആ കാലഘട്ടം അത്രയും ലാഭമായിക്കൊണ്ട് ഒരു സംഖ്യ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് പരസ്പരം ആദ്യം തന്നെ കരാർ എഴുതി വെക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും നടക്കുന്നത് തന്നെയാണ്. ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും നടക്കുന്നത് ഇതാണ്. പണം നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷത്തേക്ക് അത് എടുക്കാൻ പാടില്ല, എന്നാൽ ഓരോ മാസവും ഇത്ര രൂപ പലിശയായിക്കൊണ്ട് അതിൽ അവർ നിക്ഷേപിക്കും എന്നതാണ്. ഇത്ര ശതമാനം രൂപ. ഇവിടെ ഒരു ഭാഗത്ത് ലാഭമെന്ന് പറയുന്നു, മറുഭാഗത്ത് ബാങ്കാണെങ്കിൽ അത് പലിശ എന്ന് വ്യക്തമായിക്കൊണ്ട് പറയുന്നു. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരാൾക്കൊരു ഒരു സംഖ്യ നൽകി, ആ സംഖ്യ അതിലൊരു കുറവും ഇല്ലാതെ തിരിച്ചു കിട്ടണമെന്ന കണ്ടീഷനോട് കൂടിയാണ് നൽകുന്നത് എങ്കിൽ സ്വാഭാവികമാണ് അത് കടമായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഞാൻ നിങ്ങൾക്കൊരു 100 രൂപ തരുന്നു, ആ 100 രൂപ താങ്കൾ എനിക്ക് തിരിച്ചു തരണം എന്ന ഉദ്ദേശത്തോടു കൂടിയും തന്നെയാണ് ആ 100 രൂപ താങ്കൾ എനിക്ക് തിരിച്ചു നൽകണമെന്ന നിബന്ധനകളോട് കൂടി തന്നെയാണ് ഞാൻ താങ്കൾക്ക് നൽകുന്നത്. അതല്ലെങ്കിൽ ആ 100 രൂപ എനിക്ക് തിരിച്ചു നൽകും എന്ന നിബന്ധനയോട് കൂടിയാണ് താങ്കൾ എന്നിൽ നിന്ന് വാങ്ങുന്നത് എങ്കിൽ ഞാൻ തന്നത് കടമാണ്. ആ കടത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഏത് രൂപത്തിലുള്ള ഉപകാരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടാലും അതല്ലെങ്കിൽ നിബന്ധനകൾ വെച്ചാലും ആഗ്രഹിച്ചാലും അതൊക്കെ എന്തായി മാറും? പലിശയായി മാറും എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, കുല്ലു കർലിൻ ജറ നഫ്അൻ ഫഹുവ റിബ. കുല്ലു കർലിൻ, ഏതൊരു കടമാകട്ടെ, ജറ നഫ്അൻ, അത് ഉപകാരത്തെ വഹിക്കുന്നുണ്ട് എങ്കിൽ ഫഹുവ റിബ, അത് പലിശയാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇതൊരു കടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക. ബിസിനസ് എന്ന പേരിൽ ആളുകൾ എന്താക്കുന്നു, ഇത്തരത്തിൽ പലതും ചെയ്യുന്നു എന്നൊരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ ഈ മൂലധനത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവിടെ അത് പ്രത്യേകം പറയുന്നുണ്ട്. മൂലധനത്തിൽ പ്രത്യേകിച്ച് വളർച്ചയോ തളർച്ചയോ ഒന്നും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ, ഇത്തരം കച്ചവടങ്ങളിലുണ്ടാണ് മറ്റൊരു പ്രശ്നം. 3 വർഷം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കയ്യിൽ നിന്നും വാങ്ങിയ പണം തിരിച്ചു നൽകാമെന്ന് ആദ്യമേ പറയാണ്. ആ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അവിടെ ഖറർ അഥവാ തിരിച്ചു നൽകാൻ കഴിയുമോ ഇല്ലേ എന്നത് അറിയുകയില്ല. അവിടെ ഖററുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കച്ചവടം നിലനിന്നിട്ട് വേണം, 3 വർഷം നിലനിൽക്കണം. രണ്ടാമത്തത്, ആ 3 വർഷം നിലനിൽക്കുന്ന സമയത്ത് അതിൽ നഷ്ടമുണ്ടാകാതെ ലാഭം ഉണ്ടാകണം. നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ നിന്ന് പണ്ടെടുത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അഖദുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഇത്തരം പാർട്ട്ണർഷിപ്പുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം നിബന്ധനയിൽ പറയുന്നു, ഇത് നമ്മുടെ കച്ചവടം വലുതാകുകയാണെങ്കിൽ അതിനനുസരിച്ച് മൂലധനത്തിൽ വർധനമുണ്ടാവും. കച്ചവടം അത് ചെറുതായി പോവുകയാണെങ്കിൽ മൂലധനത്തിൽ ഇടിവുകളും സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ മാസം അതിൽ നിന്ന് ഒരു തുക നൽകുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്ന രീതിയാണെങ്കിൽ നമുക്കത് അനുവദനീയമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പലിശയുടെ ഒരു സൂറത്ത് ഇവിടെയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതി ഇവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.